ലോക ആദിവാസി ദിനമായ ഓഗസ്റ്റ് 9 ഇന്നേ ദിവസം ബത്തേരിയിൽ വിവിധങ്ങളായ ദലിത് ആദിവാസി സംഘടനകളുടെ സംയുക്തമായ ആഭിമുഖ്യത്തിൽ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതേപോലെ ആദിശക്തി സമ്മർ സ്കൂൾ, ഗോത്ര മഹാസഭ തുടങ്ങിയ വിവിധങ്ങളായ സംഘടനകൾ അണിചേർന്നുകൊണ്ടാണ് ഇന്ന് ആദിവാസി ദലിത് സംഗമവും ഈ സംഗമത്തിൽ ദലിതരുടെയും ആദിവാസികളുടെയും സമകാലികമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മഹത്തായ പ്രഖ്യാപനവും നടത്തപ്പെടുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കേരളത്തിലെ മുതിർന്ന അംബേദ്കറൈറ്റും ദലിത് സാമുദായിക നേതാവുമായ ADF-ൻ്റെ സംസ്ഥാന ചെയർമാൻ IR സദാനന്ദൻ സാർ, അതേപോലെ മുത്തങ്ങ സമരത്തിൽ പോലീസിൻ്റെ വെടിയേറ്റ് ഭരണകൂട ഭീകരതയുടെ ബലിയാടായി കൊല ചെയ്യപ്പെട്ട ധീര രക്തസാക്ഷി ജോഗിയുടെ മകൻ പ്രിയപ്പെട്ട ശിവൻ, വേദിയിലുള്ള ADF-ൻ്റെ നേതാവും ദലിതാദിവാസി സംഘടനാ പ്രവർത്തകനും ഒക്കെയായ സഹോദരൻ ജനാർദ്ദനൻ, അതേപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രമുഖ കലാകാരനും അതേപോലെ സംഘാടക നേതാവുമായ CJ തങ്കച്ചൻ, കർണാടകയിൽ നിന്നും നമ്മുടെ ഈ ദലിത് ആദിവാസി സംഗമത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിഥികളായി വന്നു ചേർന്ന ഒരു സംഘം സഹോദരങ്ങൾ, സഹോദരിമാർ, അവരെ നയിച്ചുകൊണ്ട് ഇവിടെ എത്തിയ പ്രമുഖരായ അംബേദ്കറൈറ്റുകളും സംഘാടകരും ആദിവാസി ഗോത്ര നേതാക്കളുമായ സഹോദരൻ ഷിബു, അതേപോലെ തിമ്മ, വേദിയിലുള്ള കേരളത്തിലെ പ്രമുഖ യുവനിര ദലിത് സംഘാടകനും പ്രതീക്ഷയുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ABR നീലമ്പേരൂർ, അതേപോലെ സഹോദരി ഷീബ, ADF-ൻ്റെ വനിതാരത്നമാണ്, നേതാവാണ് സഹോദരി ഷീബ, അതുപോലെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെ ഈ ഇന്നത്തെ സംഗമത്തിനെ പോലും ദലിത് ആദിവാസി കലയുടെ സംഗീതത്തിൻ്റെ മാസ്മരികതയിലേക്ക് നമ്മളെ അണിയിച്ചു കൊണ്ടുപോയ കലാകാരൻ, ഗായകൻ, നാടൻപാട്ട് കലാകാരനുമൊക്കെയായ മധുമുണ്ടകം, പ്രിയപ്പെട്ട ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ സംഘാടകയായ സഹോദരി സതി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദലിത് ആദിവാസി സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഈ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്ന നല്ലവരായ മനുഷ്യസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ ആരാധ്യനായ നേതാവും വിശ്വവിമോചകനായ ലോക നേതാവായ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കറുടെയും ചരിത്രത്തിൽ ലോക നന്മയ്ക്കായി മനുഷ്യനെയും പ്രകൃതിയെയും മണ്ണിനെയുമെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മഹത്തായ ഗോത്ര സംസ്കാരത്തിന് സംഭാവന നൽകുകയും ആ ഗോത്ര സമൂഹത്തെ ചരിത്രത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത
മഹാന്മാരായ മഹതികളായ ഗോത്രപിതാക്കളുടെയും മാതാക്കളുടെയും എല്ലാം നാമത്തിൽ എൻ്റെ സ്നേഹോഷ്മളമായ ജയ് ഭീം അർപ്പിക്കുകയാണ്. ലോകം ഇന്ന് ഇൻ്റർനാഷണൽ ഇൻഡിജിനസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഈ ദിനം കേവലം ഒരു ആഘോഷത്തിൻ്റെ ദിനമല്ല. ആഗോള ആദിവാസി ദിനം എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളെക്കാളധികം ഈ ദിനം ലോകത്തോട് വിളിച്ചു പറയുന്നത് ചരിത്രത്തെയും വിജ്ഞാനത്തെയും നാഗരികതയെയും സംഭാവന ചെയ്ത ലോകത്തെ ഏറ്റവും ഉദാത്തമായ ഒരു ജനതയുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, അവരുടെ പൗരാവകാശങ്ങൾ പ്രഖ്യാപിക്കുവാൻ തനതായ ഭാഷയും സംസ്കാരവും അവരുടെ അവകാശങ്ങളും ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്തുകൊണ്ടാണ് 1993 ഐക്യരാഷ്ട്രസഭ ഇന്നേ ദിവസം അന്തർദേശീയ ഇൻഡിജിനസ് ഡേ, ആദിവാസി ഡേ ആയി ദിനമായി പ്രഖ്യാപിച്ചത്. ആ വർഷമായിരുന്നു ഐക്യരാഷ്ട്രസഭ ഇൻഡിജിനസ് ഇയറായി ഡിക്ലെയർ ചെയ്തത്. നമ്മുടെ ചരിത്രത്തിൽ ലോകത്തെവിടെയും മനുഷ്യൻ്റെ മുമ്പേ നടന്ന ഒരു ജനവിഭാഗമാണ് ആദിവാസികൾ. കാലത്തിൻ്റെ മുന്നേയുള്ള കാലത്തിൻ്റെ പ്രയാണത്തിൽ, ചാക്രികമായ കാലത്തിൻ്റെ പ്രയാണത്തിൽ ആദ്യം ഭൂമിയുടെ നഗ്നമായ മാറിടത്തിലൂടെ കാൽപ്പാടുകൾ പതിപ്പിച്ച് നടന്ന ഒരേ ഒരു ജനത. മനോഹരമായി ഈ ജനതയെക്കുറിച്ച് ആദരണീയനായ കേരളത്തിൻ്റെ അംബേദ്കറൈറ്റും ബുദ്ധിജീവിയും എഴുത്തുകാരനും ചിന്തകനുമായ പോൾ ചിറക്കറോട്ട് സാറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മണ്ണിൻ്റെ, ഭൂമിയുടെ കന്യകാത്വത്തിൽ ആദ്യത്തെ കാൽപ്പാടുകൾ പതിപ്പിച്ച ജനം അവരാണ് ആദിവാസികളെന്ന്. ചാൾസ് അൻഡാ ഡയപ്പ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ആഫ്രിക്കൻ ചരിത്രകാരൻ്റെ ദ ഗ്രേറ്റ് ആഫ്രിക്കൻ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ചാൾസ് അൻഡാ ഡയപ്പ് പറയുന്നത്, ദ ഫസ്റ്റ് മാൻ ഇൻ ദ യൂണിവേഴ്സ് വാസ് ആൻ ഇൻഡിജിനസ് മാൻ. ഹി വാസ് എ ട്രൈബ്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ, ലോകത്താദ്യം പിറന്ന മനുഷ്യൻ ഒരു ട്രൈബായിരുന്നു, ഒരാദിവാസിയായിരുന്നു. ചാൾസ് അൻഡാ ഡയപ്പ് ആഫ്രിക്കൻ വൃക്ഷാവലിയുടെ മനുഷ്യോത്പത്തിയുടെ ചരിത്രത്തെ വിശദീകരിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അയ്യാർ സാറ് അത് പറയുകയുണ്ടായി. ആ ആഫ്രിക്കൻ പാരമ്പര്യം 90കളിലേക്ക് വരുമ്പോഴാണ് ലോകത്തിൽ ആദ്യം മുന്നേ നടന്നൊരു ജനത, ഭാഷയും സംസ്കാരവും നിർമ്മിച്ച ഒരു ജനത, വിജ്ഞാനത്തിന് ആധുനികതയുടെ വിശാലമായ ജ്ഞാനമണ്ഡലം തുറന്നിട്ടൊരു ജനത. ഈജിപ്തിലെ ആദിവാസികൾ അവരുടെ വിജ്ഞാനത്തിന് ഈജിപ്റ്റോളജി എന്നാണ് പറയുന്നത്. ഓളജി എന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ശാഖയുടെ ഭാഗത്ത്, ഓളജി എന്ന് പറയുന്നത് ആ ജ്ഞാനമേഖലയിൽ അതൊരു ശാസ്ത്രമായി മാറുമ്പോഴാണ്. അതുകൊണ്ട് ആദിമനിവാസികളായ ഈജിപ്ത്യരുടെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പോലെ നൈൽ നദീതട സംസ്കാരം പടുത്തുയർത്തിയ ആദിമ ജനതയുടെ ജ്ഞാനത്തെ ഒരു ശാസ്ത്രമായിട്ടാണ് ഈജിപ്റ്റോളജി അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ ലോകത്തെ നിർമ്മിച്ച, സംസ്കാരത്തെ പഠിപ്പിച്ച, ലോകത്തിൻ്റെ പേരൻസ് എന്നാണ് വിളിക്കാവുന്നത്, പേരൻസ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ മാതാപിതാക്കൾ. അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തെ വിളിക്കാൻ കഴിയുമെങ്കിൽ അതിന് അവകാശപ്പെട്ട ഒരു ജനത. പക്ഷേ ആധുനിക ലോകത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽപ്പെട്ട് അവർ പിന്നോട്ടടിക്കപ്പെട്ടു.
അവരുടെ അവകാശങ്ങൾ ചരിത്രത്തിൽ നിരന്തരമായി ലംഘിക്കപ്പെട്ടു. അവരുടെ മണ്ണ് കവർന്നെടുത്തു. അവരുടെ അധിവാസ മേഖലകളിലേക്ക് വെള്ളക്കാരൻ്റെ, യൂറോപ്യൻ്റെ, ലോകത്തെമ്പാടുമുള്ള ഈ വരേണ്യ വംശീയതയുടെ അധീശത്വത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ ചക്രങ്ങൾ ഉരുണ്ടുവന്നു. അധിനിവേശങ്ങളുടെ ഫലമായി മണ്ണ്, അവകാശങ്ങൾ, ഭാഷ, സംസ്കാരം, വിഭവങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടൊരു സമൂഹമായി ലോകത്തെവിടെയും ആദിവാസികൾ മാറുന്ന ദുരന്ത കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ആ ദുരന്തങ്ങൾ ചരിത്രത്തിലെ മായാത്ത മുറിവുകളായി മാറിയൊരു കാലം മനുഷ്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ, മാനവികതയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ, ലോകത്തെവിടെയുള്ള മനുഷ്യന് അവകാശങ്ങൾ തുല്യമാണ്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങി. മെൻ ആർ ബോൺ ഈക്വൽ. റുസോ പറഞ്ഞപ്പോൾ മാത്രം ആരംഭിച്ചൊരു കാര്യമല്ല, പ്ലേറ്റോ പറഞ്ഞപ്പോൾ മാത്രം ആരംഭിച്ചൊരു കാര്യമല്ല. ലോകത്തെവിടെയും മനുഷ്യൻ ജനിക്കുന്നത് തുല്യനായിട്ടാണെങ്കിൽ അവന് തുല്യമായ അന്തസ്സും തുല്യമായ അവകാശങ്ങളും അവൻ്റെ ജന്മാവകാശമാണ്. അങ്ങനെയുള്ള ജനാധിപത്യത്തിൻ്റെ ആധുനികമായ ഭാഷ്യങ്ങളും വിചാരങ്ങളും പങ്കുവെക്കുന്നൊരു കാലം സത്യസന്ധമായ ചില തിരുത്തലുകൾക്കും പുനഃപരിശോധനകൾക്കും ലോകം നിർബന്ധിതമായ ഒരു കാലമാണ് 90കളിലേക്ക് വരുമ്പോൾ. നമ്മുടെ നാഗരികത, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ആധുനികത അത് വിളംബരം ചെയ്യുന്നത് കൊണ്ട്, ആധുനികരെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. എത്രത്തോളമാണ് നമ്മൾ ഈ നാടിനോടും ഈ നാടിൻ്റെ സംസ്കാരത്തോടും അതിനെ കെട്ടിപ്പടുത്ത അടിസ്ഥാന ജനതയോടും നീതി പുലർത്തിയത് എന്ന ചോദ്യം, ഈ ലോകത്തെ നിർമ്മിച്ച ആദിമ ജനതയോട് വഞ്ചന കാണിച്ച, അവൻ്റെ സ്വത്ത് പിടിച്ചു പറിച്ച, അവൻ്റെ മേൽ സാമ്രാജ്യത്വം അടിച്ചേൽപ്പിച്ച, അവൻ്റെ അവകാശങ്ങൾ അപഹരിച്ച ഒരു മുതലാളിത്ത പൈശാചിക വ്യവസ്ഥയ്ക്ക് മാനവീയതയെക്കുറിച്ച് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നമുക്ക് ആ മനുഷ്യരെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അവന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആത്മവിചാരവും വിമർശനത്തിൽ നിന്നുമാണ് ലോക ജനത ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ പോലും പ്രായച്ചിത്തമെന്നോണം ആദിവാസികളെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് ഈ ലോകം നിൽക്കുന്നത് അവർ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് ഈ ലോകം, പ്രകൃതി ഇങ്ങനെ നമുക്ക് തന്നത്, അതിനെ പരിപാലിച്ചത് അവരാണ്. അവരോട് നീതി പുലർത്താതെ ആധുനിക സമൂഹത്തിന് ചരിത്രത്തിൽ മുന്നോട്ട് വഴി നടക്കാൻ സാധിക്കുകയില്ല. ആ പ്രായച്ചിത്തമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ആദിവാസി വർഷമായി 93 പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ച വർഷം ബാംഗ്ലൂരിൽ, ഇന്ത്യയിൽ ആദ്യമായി ഇൻഡിജിനസ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ആ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ആദ്യമായി ഇൻഡിജിനസ് കൗൺസിലിന്, നാഷണൽ ഇൻഡിജിനസ് കൗൺസിലിന് ബാംഗ്ലൂർ രൂപം കൊണ്ടപ്പോൾ ആ നാഷണൽ കൗൺസിലിൽ ഒരംഗമാകാൻ ക്ഷണം കിട്ടിയ ഒരു എളിയ മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഞാൻ. 93 കേരളത്തിൽ ആദ്യമായി ഇൻഡിജിനസ് ഇയർ ആഘോഷിച്ചുകൊണ്ട് അംബേദ്കറൈറ്റുകൾ രാജു തോമസിൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് കടുത്തുരുത്തിയിൽ ആദ്യമായി വേൾഡ് ഇൻഡിജിനസ് ഡേ കേരളത്തിൽ ആദ്യം ആഘോഷിക്കുന്നത്. അതേ 93 അന്ന് ഇൻഡിജിനസ് ഡിക്ലറേഷൻ, അവിടെ UNO ഡിക്ലറേഷൻ നമ്മൾ നടത്തി, അത് വായിച്ചു. ആദിവാസികൾ ലോകത്തെവിടെയാണെങ്കിലും അവൻ ജീവിക്കുന്ന മണ്ണ് അവൻ്റെത് മാത്രമാണ്. അത് അപഹരിക്കാൻ ഒരു ഭരണകൂടത്തിനും അവകാശമില്ല. ആദിവാസികൾ ജീവിക്കുന്ന ഗോത്രമേഖലകളുടെ മണ്ണ് മാത്രമല്ല, ആ മണ്ണിൻ്റെ അടിയിലുള്ള എല്ലാ ധാതുക്കളും, എല്ലാ ലവണങ്ങളും, എല്ലാ മെറ്റലുകളും ആദിവാസികളുടെ പ്രോപ്പർട്ടിയാണ്, അവൻ്റെ അവകാശമാണ്. മണ്ണിൻ്റെ കീഴെയുള്ള ധാതുക്കൾ മാത്രമല്ല, മണ്ണിൽ വിളയുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, മണ്ണിൽ വളരുന്ന മരങ്ങൾ മാത്രമല്ല. ഐക്യരാഷ്ട്രസഭയിലെ ചർച്ചകൾക്കിടയിൽ ലോകം അംഗീകരിച്ചൊരു കാര്യമുണ്ട്. ആദിവാസികളുടെ അധിവാസ മേഖലകൾക്ക് മുകളിൽ കിളികൾ പറക്കുന്ന ആകാശമുണ്ടല്ലോ, ആ ആകാശം, ആ വിഹായസ് അവൻ അവകാശപ്പെട്ടതാണ്. അതിലൂടെ ഒരു പക്ഷി പറന്നാൽ, അതിലൂടെ ഒരു വിമാനം പറന്നാൽ, ഒരുപക്ഷെ നാളുകളിൽ കരം കൊടുക്കേണ്ട സ്പേസിൻ്റെ
അവകാശികളാണ് ആദിവാസികളെന്ന ആ ഒരു ആധുനികമായ വേൾഡ് ഡിസ്കോഴ്സുകൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ലോകം ആ പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് ആദിവാസികൾക്ക് അവൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം, അവൻ്റെ മണ്ണ് തിരിച്ചു കൊടുക്കണം, അവൻ്റെ സംസ്കാരം സംരക്ഷിക്കണം, അവൻ്റെ ഭാഷയെ സംരക്ഷിക്കണം. അവനെ ഭരിക്കാൻ ഒരു വരുത്തനും അവകാശമില്ല. ആദിവാസികളുടെ മേൽ അവരെ ഭരിക്കാൻ ആദിവാസികളല്ലാത്ത വരേണ്യർക്ക്, അതീശ ശക്തികൾക്ക് അവകാശമില്ലാത്തത് കൊണ്ട് സ്വയം ഭരണം, സെൽഫ് റൂൾ ആദിവാസികൾക്ക് കൊടുക്കണം. 93 ഈ പ്രഖ്യാപനം വന്നു. ലോകമെമ്പാടും ആ പ്രഖ്യാപനം ഏറ്റെടുത്തു. ഇന്ത്യയിൽ അംബേദ്കറൈറ്റ് കമ്മ്യൂണിറ്റിയാണ് ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലെ ഇൻഡിജിനസ് കൗൺസിലിലേക്ക് കത്തുകൾ അയച്ചു. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 300 ദശലക്ഷം അഥവാ 30 കോടി ഇൻഡിജിനസ് കമ്മ്യൂണിറ്റികളുണ്ട്. ഇന്ത്യയിലെ അടിസ്ഥാന ആദിവാസി ഗോത്ര ജനത, അവരുടെ എണ്ണം ലോകത്തെ ഏറ്റവും വലിയ ആദിവാസികളുടെ ജനസംഖ്യയോട്, ആഫ്രിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഞ്ചയമാണ് ഇന്ത്യയുടേത്. 300 ദശലക്ഷം, 30 കോടി. അംബേദ്കറൈറ്റുകൾ പറഞ്ഞു ഈ 30 കോടിയോളം വരുന്ന 300 ദശലക്ഷത്തോളം വരുന്ന ആദിവാസികൾ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു വിഭാഗം കൊടുങ്കാടുകളിലേക്ക് അവർ പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. കൊടുങ്കാടുകളിലേക്ക് അവർ സ്വയം പിന്മാറേണ്ടി വന്നു. അവരിൽ തന്നെ പെട്ട ഒരു വിഭാഗം സമതലങ്ങളിൽ, പാടങ്ങളിലും പറമ്പുകളിലും അയിത്തക്കാരായി മുദ്രകുത്തി അടിച്ചമർത്തപ്പെട്ടു. അയിത്തക്കാരായി ഇന്ത്യയുടെ സമതലങ്ങളിൽ സവർണ മേധാവിത്വത്തിൻ്റെ, ജാതി മേധാവിത്വത്തിൻ്റെ കാൽക്കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഇന്ത്യയിലെ അയിത്തജാതിക്കാർ കാടുകളിലേക്ക് പലായനം ചെയ്ത് വനങ്ങളിൽ ജീവിക്കേണ്ടി വന്ന കാടിൻ്റെ മക്കളായ ആദിവാസികളെന്ന് ഇന്ത്യ, കേരളം വിശേഷിപ്പിച്ച ജനത. ഈ രണ്ട് ജനതയുടെയും ഉറവിടം ഒന്നാണ് എന്നാണ് ബാബാ സാഹേബ് BR അംബേദ്കർ വായിച്ച അംബേദ്കറൈറ്റുകൾ 93 തന്നെ ലോകത്തോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ മാത്രം ചുരുക്കി ഇൻഡിജിനസ് എന്ന പട്ടം ചാർത്തരുത്. അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ, ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യയുടെ ജനതയുണ്ട്. അങ്ങനെയാണ് ദലിത് എന്ന് പറയുന്ന പദത്തിന് ദലിത് പാന്തർ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ ഈ SC മാത്രമല്ല, ഇത് രണ്ടും ഒന്നാണ്. ഈ ബന്ധങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ആര്യാധിപത്യത്തിൻ്റെ കൊടും ക്രൂരതകളിൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനത ചവിട്ടിയരയ്ക്കപ്പെട്ടപ്പോൾ, അവൻ്റെ മണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ, അവനെ പീഡിപ്പിച്ചപ്പോൾ, ആ മർദ്ദനങ്ങളുടെ ആര്യാധിപത്യത്തിൻ്റെ, ജാത്യാധിപത്യത്തിൻ്റെ കീഴിൽ പൊരുതി നിന്ന ഇന്ത്യയിലെ അടിസ്ഥാന ജനത, അവൻ്റെ ഭാഷ അത് സമതലങ്ങളിൽ പറയാൻ കഴിയാതെ സവർണാധിപത്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി, അവൻ്റെ വേഷം പുലർത്താൻ കഴിയാതെ വരേണ്യ തിട്ടൂരങ്ങൾ, കല്ലുമാലകൾ ചാർത്തി, അവരുടെ വേദങ്ങളും ഇതിഹാസങ്ങളും ഈ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ഒരു പുതിയ ജാതി സംസ്കാരത്തെ കാട്ടിയ ഒരു കാലം. ഈ ഭാഷ സംസാരിക്കണം, ഈ വേഷം നിലനിർത്തണം, ഈ സംസ്കാരത്തെ സംരക്ഷിക്കണം. ആര്യാധിപത്യത്തിനിടയിൽ നിന്നുകൊണ്ട് സമതലങ്ങളിൽ ജീവിച്ച്, ഗ്രാമങ്ങളിൽ ജീവിച്ച് ഈ ഭാഷ സംസാരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പിതാക്കന്മാർ, മാതാപിതാക്കൾ ഒരു ജനതയോട് പറയുകയാണ്, നിങ്ങളിത് സംരക്ഷിക്കാൻ വേണ്ടി പലായനം ചെയ്യുക. അതുകൊണ്ട് ഭാഷയും വേഷവും സംസ്കാരവും പവിത്രമായി സംരക്ഷിക്കാൻ നിധിയെപ്പോലെ കാത്ത് കാടുകളിലേക്ക് പോയി ഇന്നും അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന സഹോദരങ്ങളാണ്, രക്തമിത്രങ്ങളാണ് ആദിവാസികൾ. അങ്ങനെ പോകാതെ, സ്വാതന്ത്ര്യം കിട്ടാതെ നിന്നെടുത്ത് ചവിട്ടി അരയ്ക്കപ്പെട്ട അയിത്തക്കാരായി മാറി ചരിത്രം ശിക്ഷിച്ചവരാണ് ദലിതുകൾ. ഇത് രണ്ടും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. പ്രിയമുള്ളവർ, ഞാൻ പറയുന്നത്, ഈ സമൂഹത്തോട് നീതി പുലർത്താൻ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്തു? മെക്സിക്കോ ഒരു രാജ്യമാണ്. അവിടുത്തെ ആദിവാസികളോട് മാപ്പ് പറഞ്ഞു മെക്സിക്കൻ ഭരണകൂടം. അവർ ഒരു കാര്യം തീരുമാനിച്ചു. ആദിവാസികളെ നൂറ്റാണ്ടുകളോളം പണിയെടുപ്പിച്ചതിന്, അവരെ കൊണ്ട് അടിമകളാക്കിയതിന്, അവരെ അടിമക്കമ്പോളത്തിൽ വിറ്റതിന്, അവരുടെ ഭാവി തലമുറ മുരടിച്ചു പോയതിന് ഉത്തരവാദികൾ വെള്ളക്കാരായ നമ്മളായതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് മെക്സിക്കൻ പാർലമെന്റ് തീരുമാനിച്ചു.
96-97 കാലഘട്ടത്തിൽ. അവരത് നഷ്ടപരിഹാരം നികത്താൻ ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആദിവാസികളുടെ വളർച്ച മുരടിപ്പിച്ച് ചരിത്രത്തിൽ അവർ നായകരാകേണ്ടവരെ താഴ്ത്തിക്കെട്ടിയതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടിക്കണക്കിന് ഡോളർ മെക്സിക്കോയിലെ ആദിവാസി ഗോത്ര ജനതയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഹെക്ടർ കണക്കിന് ഭൂമി അവരുടെ പേരിൽ പതിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മെക്സിക്കോ പ്രായശ്ചിത്തം ചെയ്തത്. കാനഡ അവരുടെ ആദിവാസി ഗോത്രങ്ങൾക്ക് ഇതേപോലെ കോമ്പൻസേഷൻ കൊടുത്തു, നഷ്ടപരിഹാരം കൊടുത്തു. അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം മാത്രമല്ല, അവൻ്റെ മണ്ണ് അവർക്ക് വിട്ടുകൊടുത്തു. ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി അവിടെ കൊടുത്തു. ന്യൂസിലാൻഡ് ഈ റാപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപരിഹാരം നടപ്പിലാക്കിയ മറ്റൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് പാർലമെന്റിൽ ഇന്നും ആദിവാസികൾക്ക് വലിയ കരുത്താണ്. നോർവേ യൂറോപ്പിൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ്. ആ സമ്പന്ന രാജ്യം ആദിവാസികളുടെ ഭാഷ പഠിക്കാൻ ലോകോത്തര സർവകലാശാല, സാമി സർവകലാശാല, സാമി എന്ന് പറഞ്ഞാൽ പണിയ, അടിയ പോലെ ആ നോർവേയിലെ ആദിവാസികളുടെ പേരാണ്. അതുകൊണ്ട് അവരുടെ പേര് ഇന്റർനാഷണൽ സാമി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. 90-കളിൽ സ്ഥാപിച്ചിട്ട് ഇതേപോലെ നഷ്ടപരിഹാരം, റിവറിൻ്റെ മേലുള്ള അവകാശം, പുഴ അവരുടേതാണ് എന്ന് പറഞ്ഞ് പുഴ അവർക്ക് അവകാശമായി വിട്ടുകൊടുത്തു. റിവർ ഫൈറ്റ് ഉണ്ട് ചരിത്രത്തിൽ. അങ്ങനെയാണ് ലോകം, അമേരിക്കയിൽ പോലും ഈ ആദിവാസികളായ മായന്മാരും അതേപോലെ അടിസ്ഥാന വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളെ കോമ്പൻസേഷന് വേണ്ടി ഇക്വാലിറ്റി കമ്മീഷൻ നിയമിച്ചു. ആ ഇക്വാലിറ്റി കമ്മീഷൻ അടിസ്ഥാനത്തിൽ 70-കൾ കഴിഞ്ഞപ്പോൾ തന്നെ അവരത്തരം കമ്മീഷൻ നിയമിച്ചിരുന്നു. ഈ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് അമേരിക്കയിൽ നമ്മൾ ഒരുപക്ഷെ കാലിഫോർണിയയിലേക്കൊക്കെ പോയാൽ ഗോത്ര വിഭാഗങ്ങൾക്ക് ഇതേപോലെ ഹെക്ടർ കണക്കിന് ഭൂമിയും $500 മില്യൺ നഷ്ടപരിഹാരമായി കൊടുത്തതാണ് അമേരിക്കയുടെ ചരിത്രം. ലോകം മുഴുവൻ അങ്ങനെ ആദിവാസികൾക്ക് ഭൂമി തിരിച്ചു കൊടുത്തപ്പോൾ, പൈസ കൊടുത്തപ്പോൾ, നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ 90-കൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? ഈ രാജ്യം മാത്രം, ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ എല്ലാ വൻകിട പദ്ധതികളുടെ പേരിൽ ആദിവാസികളെ കുടിയൊഴിപ്പിച്ചു, അവനെ പിടിച്ചിറക്കി, വിസമ്മതിച്ചവനെ കൊന്നൊടുക്കി. ഇപ്പോഴും ബീഹാറിൽ, മധ്യപ്രദേശിൽ, ചമ്പൽ മേഖലകളിൽ എവിടെയും വികസനം വരുമ്പോൾ ആദിവാസികൾ ആട്ടിയിറക്കുന്നു. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആദിവാസികളെ കൊന്നൊടുക്കുകയോ കുടിയൊഴിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വികസനം വന്നത്. ഇവിടെയും അങ്ങനെയാണ്. വയനാട്, ബത്തേരി, എവിടേക്ക് നോക്കുക, ഇവിടെ ഈ വന്ന കുടിയേറ്റക്കാരായി, ഇന്ന് കച്ചവടക്കാരായി, ഇന്ന് രാഷ്ട്രീയക്കാരായി, ഇന്ന് വൻകിട മുതലാളിമാരായി, തോട്ടംകാരായി, ഈ വന്നവരൊക്കെ പുറകെ വന്നവരാ. അവർ വരുന്നതിന് മുമ്പ് ഈ മണ്ണ് കാത്തവരാരാണ്? വനങ്ങൾ കാത്തവരാരാണ്? വനം സംരക്ഷിച്ചവൻ ഇന്ന് ദരിദ്രനാണ്. വനപാലകരെന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിയോഗിച്ചവരൊക്കെ ചന്ദനത്തടി വിറ്റ് പണക്കാരായവരാണ്, കൈക്കൂലി മേടിച്ച് സമ്പന്നരായവരാണ്. വനത്തിനകത്ത് ജീവിച്ച് അതിൻ്റെ ഉടമസ്ഥരായ ആദിവാസികളോ പരമദരിദ്രരുമാണ്. വനത്തിൻ്റെ സമ്പത്ത് ദളിതൻ്റെ, ആദിവാസിയുടെ സ്വത്തായില്ല. അതാ വേറൊരു കാര്യം. ആഫ്രിക്ക ഈസ് റിച്ച് ബട്ട് ആഫ്രിക്കൻസ് ആർ പുവർ. ആഫ്രിക്ക വലിയ സമ്പന്നമാണ്, ഒരുപാട് സമ്പത്തുള്ള ഒരു അനുഗ്രഹീത മണ്ണാണ് ആഫ്രിക്ക. പക്ഷെ അവിടുത്തെ കറുത്തവൻ ഇപ്പോഴും സൊമാലിയയിൽ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ആഫ്രിക്ക സമ്പന്നമാണ്, ആഫ്രിക്കക്കാരൻ ദരിദ്രനാണ്. ഇതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ മണ്ണുകളിൽ കോടാലിയെടുത്ത് കളയ്ക്കാനും, ഈ മണ്ണിൻ്റെ കന്യാത്വത്തിൽ മണ്ണിൻ്റെ നൊമ്പരത്തെ, മണ്ണിനെ വേദനിപ്പിച്ചുകൊണ്ട് അതിൽ അധ്വാനിക്കാൻ ആയുധമെടുത്ത് ആദിവാസിയുടെ കയ്യിൽ, പണിയൻ്റെ, കുറിച്ചൻ്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ അടിയാൻ്റെ ഒക്കെ ചോലനായ്ക്കൻ്റെ കയ്യിൽ ആയുധം കൊടുത്ത് അവനെ കൊണ്ട് അടിമപ്പണി ചെയ്ത തമ്പ്രാക്കന്മാർ, അവനെ കൊണ്ട് മരം വെട്ടിച്ചവർ, അവനെ കൊണ്ട് തോട്ടം നിർമ്മിച്ചവർ, അവരാണ് ഈ നാടിനെ ചൂഷണം ചെയ്തത്. പക്ഷെ ആദിവാസികളോ അന്യവൽക്കരിക്കപ്പെട്ടു കുടിയേറ്റത്തിലൂടെ. ഈ അന്യവൽക്കരണത്തിനെതിരെ ലോകമെമ്പാടും ഉണർന്നപ്പോൾ കേരളത്തിലെയും ആദിവാസികൾ, ഇന്ത്യയിലെയും ആദിവാസികൾ ഉണർന്നു. നോർത്ത് ഈസ്റ്റിൽ അവരുടെ പോരാട്ടങ്ങൾ വലിയ പോരാട്ടങ്ങളായി മാറി. നാഗ പോരാട്ടങ്ങൾ നമുക്കറിയാം. അതേപോലെ കേരളത്തിലെയും ആദിവാസികൾക്ക് ഭരണഘടനാപരമായ ഉണർവുകൾ ഉണ്ടായി, ദളിത് പ്രസ്ഥാനങ്ങൾ വന്നു. ആ ഉണർവുകൾ ഇതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു, ഇന്ത്യൻ ഭരണഘടന 244 5-ാം ഷെഡ്യൂളുണ്ട്, 6-ാം ഷെഡ്യൂളുണ്ട്. ഭരണഘടന പറഞ്ഞതാണ്, ആദിവാസികൾ ജീവിക്കുന്ന മേഖലകളിൽ അവർക്ക് സ്വയംഭരണം കൊടുക്കണം, അവൻ്റെ മണ്ണിൻ്റെ മേൽ ഗോത്ര ജനതയ്ക്ക് അവകാശം കൊടുക്കണം എന്ന് പറയുന്ന ഭരണഘടനയുടെ പ്രൊവിഷൻസ് ഉണ്ട്. അതേപോലെ ഭരണഘടനയിൽ 14, 15, 16 ഒക്കെ പ്രസക്തമാണ്. ഈ 46 ആദിവാസികൾക്ക് വേണ്ടി ഭരണഘടന എഴുതുമ്പോൾ അവരോട് രാഷ്ട്രം നീതി പുലർത്തണമെന്ന് ഭരണഘടന പറയുന്നു. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ഒരു
ആധുനിക ദളിത് ആദിവാസി സമൂഹമാണ് അവൻ്റെ അവകാശങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളാണ് ഒരുപക്ഷെ പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? 1975 തിരിഞ്ഞു നോക്കുമ്പോൾ 1/4 നൂറ്റാണ്ട് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ മണ്ണിൽ അന്നത്തെ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ ഒരു നിയമമുണ്ട്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുത്ത് വിതരണം ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്ന ആദിവാസി ഭൂനിയമം 75 കേരള നിയമസഭ പാസാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈയടിച്ച് പാസാക്കിയ ഐക്യകണ്ഠേന പാസാക്കിയ ആദിവാസികളുടെ നിയമം 75 അര നൂറ്റാണ്ട് കൊല്ലം മുമ്പ് നടപ്പിലാക്കിയ ആ നിയമം എന്തുകൊണ്ട് മാറി മാറി കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൻ്റെ പൊതുസമൂഹവും ആദിവാസിയുടെ നിയമം ചവിട്ടി അരച്ചത് എന്തുകൊണ്ട്? നടപ്പിലാക്കാഞ്ഞത് എന്തുകൊണ്ട്? മെക്സിക്കോയ്ക്ക് നടപ്പിലാക്കാം, കാനഡയ്ക്ക് നടപ്പിലാക്കാം, അമേരിക്കയ്ക്ക് നടപ്പിലാക്കാം, നോർവേക്ക് നടപ്പിലാക്കാം, അങ്ങനെ ന്യൂസിലാൻഡ് നടപ്പിലാക്കാം. പ്രബുദ്ധമാണ് പോലും കേരളം, ആധുനികമാണ് പോലും കേരളം അല്ല. ആദിവാസികളുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒട്ടും പ്രബുദ്ധമല്ല ഈ കേരളം, ഒട്ടും സിവിലൈസ്ഡ് അല്ല ഈ കേരളം. ആദിവാസികളോട് മര്യാദ കാണിക്കുന്ന കാര്യത്തിൽ കേരളം കുറ്റകരമായ ക്രൂരമായ അനീതിയാണ് ആദിവാസികളോട് കാണിച്ചത്. 75 ഭൂനിയമം നടപ്പിലാക്കാതെ അത് വെച്ച് കാലതാമസം വരുത്തി മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം ആദിവാസികൾ തന്നെ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടണം, ഏക്കർ കണക്കിന് ഭൂമി, ഹെക്ടർ കണക്കിന് ഭൂമി ഞങ്ങളുടേതാണ്, അവിടെയാണ് ഞങ്ങളുടെ അധ്വാനം, പൂർവികളുടെ അധ്വാനം കിടക്കുന്നത്. എന്താ കേരളം ചെയ്തത് നിങ്ങൾക്കറിയാം. 86 കേരളത്തിലെ ഗവൺമെന്റ് LDF ഗവൺമെന്റാ. അവര് എന്ത് ചെയ്തു? അങ്ങനെ ഭൂമി, നിങ്ങളുടെ ഭൂമിയൊക്കെ ഇന്ന് കുടിയേറ്റക്കാരുടെ കയ്യിൽ ഒന്നുമില്ലാതെ തിരുവിതാംകൂറിൽ നിന്ന് കൈ വീശി നട്ടനായിട്ട് വന്നവൻ്റെ കയ്യിലാണ് ആദിവാസിയുടെ ഭൂമി മുഴുവൻ അവൻ്റെ കയ്യിലായി. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഭരണകൂടം പറയുകയാണ്, നിങ്ങളുടെ ഭൂമി തരാൻ പറഞ്ഞില്ല, കാരണം അത് മറ്റവൻ്റെ കയ്യിലിരിക്കുക. അതുകൊണ്ട് 5 ഏക്കർ ഭൂമി എന്ന നിലയിൽ തീരുമാനിച്ചാൽ ആ ഭൂമി പകരം നിങ്ങൾക്ക് തരാം. പകരം ഏത്? അവൻ്റെ ഭൂമിയല്ല, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. 5 ഏക്കർ അവർക്ക് അങ്ങ് കൊടുത്തേരെ. ഏർക്ക്? കയ്യേറ്റക്കാരന്, കുടിയേറ്റക്കാരന്. നിങ്ങൾക്ക് പകരം 5 ഏക്കർ സർക്കാർ കണ്ടെത്തി അങ്ങ് തകരാം. പകരം ഭൂമി എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ആദിവാസികളുടെ മുമ്പിൽ വെക്കുകയാണ്. അത് കൊണ്ടുവരാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് അയച്ചു കൊടുത്തു. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് മടക്കി അയച്ചു. ഇത് പറ്റില്ല, ആദിവാസികളെ വഞ്ചിക്കാനൊരു നിയമം കേരളത്തിൽ നിന്ന് വന്നപ്പോൾ അതിനെ മടക്കി അയച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അത് പരാജയപ്പെട്ട് കഴിഞ്ഞ് ഓർഡിനൻസ് കൊണ്ടുവന്നു. ആ ഓർഡിനൻസാണ് മടക്കി അയച്ചത്. ആദിവാസികൾക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടായോ? ഈ 99 വീണ്ടും കർക്കശമായ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആദിവാസികളുടെ ഭൂമി അപഹരിച്ചെടുത്തവർക്ക് അവരുടെ 5 ഏക്കർ പകരം തരും. ബാക്കി ഭൂമി തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. ആര്? ഒരു ഭൂമി പോലും തിരിച്ചെടുത്തോ? എടുത്തില്ല. പകരം 99 വീണ്ടും ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നത് എന്തിനാണ്? അവിടെ LDF UDF ഒറ്റക്കെട്ടായി. കേരള നിയമസഭയിലെ CPM കോൺഗ്രസ് അവർ നയിക്കുന്ന 2 മുന്നണികൾ ഒറ്റക്കെട്ടായി ആദിവാസികളെ വഞ്ചിച്ചുകൊണ്ട് 75 നിയമം അട്ടിമറിച്ചിട്ട് ആദിവാസികൾക്ക് ഒരു തുണ്ട് പോലും ഭൂമി കൊടുക്കാതിരിക്കാൻ കൊണ്ടുവന്ന ഈ നിയമം കേരള അസംബ്ലി പാസാക്കിയപ്പോൾ അരുത് എന്ന് പറയാൻ അന്ന് ആദിവാസിക്ക് ആരുമില്ലായിരുന്നു. കേരള നിയമസഭയിൽ നിന്ന് ആദിവാസിക്ക് പ്രാതിനിധ്യം അന്ന് നോ പറയാൻ ആരുമില്ലായിരുന്നു. ആ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒരാൾ പോലും എഴുന്നേറ്റ് നിന്ന് നോ പറഞ്ഞില്ല. നമ്മളൊരു കാര്യത്തിൽ ആദരവുണ്ട് KR ഗൗരിയമ്മയോട്. KR ഗൗരിയമ്മ മാത്രമാണ് അന്ന് പറഞ്ഞത്, ഈ ചതിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല, ആദിവാസികളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരാൾ KR ഗൗരിയമ്മയാണ്. ഗൗരിയമ്മയെ എതിർത്തുകൊണ്ട് ഐക്യകണ്ഠേന കേരള നിയമസഭ അത് പാസാക്കി. അങ്ങനെ ആദിവാസികളുടെ പ്രതീക്ഷകളെ കേരളം അട്ടിമറിച്ചു, കേരളം വഞ്ചിച്ചു. പകരം കൊടുക്കാൻ ആദിവാസിക്ക് ഭൂമി തരാമെന്ന് പറഞ്ഞ വാഗ്ദാനമൊന്നും പാലിച്ചില്ല. പ്രിയമുള്ളവരെ, അപ്പോഴാണ് കേരളത്തിലെ ദലിതുകളും ആദിവാസികളും സമരങ്ങൾ ആരംഭിച്ചത്, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പോരാട്ടങ്ങളുടെ പരമ്പരയിലാണ് നമുക്കറിയാം, ഇവിടെ പനവല്ലിയിലെ സമരം നിങ്ങൾക്കറിയാം. കേരളത്തിലുടനീളം നടന്ന സമരങ്ങൾ, അട്ടപ്പാടിയിൽ ഉയർന്ന സമരങ്ങൾ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഭൂമിക്ക് വേണ്ടിയുള്ള
വിഭവത്തിന് വേണ്ടിയുള്ള, ഭരണഘടനാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആദിവാസികളുടെ നിരന്തരമായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കറിയാം അവസാനം ഗീതാനന്ദനെ പോലുള്ള ഒരു സമര നേതാവ്, ജാനുവിനെ പോലുള്ള ഒരു സമര സഹോദരി ദലിതരുടെയും ആദിവാസികളുടെ മുൻനിരയിലേക്ക് വരുന്നു. അവരുടേതായ സംഘടിതമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. ആ പോരാട്ടങ്ങളാണ് ഒരുപക്ഷേ നമുക്കറിയാം ഇന്ന് 2001 ആയപ്പോൾ കുടികെട്ടി സമരമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിലും തിരുവനന്തപുരം നഗരത്തിലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലും കുടിൽ കെട്ടി സമരം നടത്തുകയാണ്. വയനാട്ടിൽ നിന്ന് ആദിവാസികൾ ഒഴുകിയെത്തി, അട്ടപ്പാടിയിൽ നിന്ന് ആദിവാസികൾ ഒഴുകിയെത്തി. ആദിവാസികൾക്കൊപ്പം ദളിത് പ്രസ്ഥാനങ്ങൾ, അംബേദ്കറൈറ്റുകൾ, പൊതുസമൂഹങ്ങൾ ഐക്യപ്പെട്ടു. അങ്ങനെയാണ് 2001 ഓഗസ്റ്റ് മാസം 29 ആരംഭിച്ച കുടികെട്ടി സമരം ഒരു മാസക്കാലം ഏതാണ്ട് 147 ദിവസം നീണ്ടു നിന്നപ്പോൾ അവസാനം 2001 ഒക്ടോബർ 16 അന്നത്തെ കേരള മുഖ്യമന്ത്രി AK ആന്റണി ആദിവാസികളുമായി കരാറിൽ ഏർപ്പെട്ടു. എന്താണ് കരാറ്? ആ കരാർ പ്രകാരം ആദിവാസികൾക്ക് പകരം ഭൂമി തരാം, ആദിവാസികൾക്ക് ഭൂമി വധിച്ചു തരാമെന്ന് പറയുന്ന 2001 മുഖ്യമന്ത്രി ഉണ്ടാക്കിയ കരാർ. ആ കരാറിൻ്റെ വെളിച്ചത്തിലാണ് ആദിവാസി സംഘടനകൾ സമരം നടത്തുകയും ഗവൺമെന്റിൽ വിശ്വസിക്കുകയും അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തുനിന്നു. പക്ഷേ സർക്കാർ ആ കരാർ നടപ്പിലാക്കിയില്ല. ആ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങൾ മുഴുവൻ തട്ടിപ്പായിരുന്നു. കേരള ട്രൈബൽ മിഷൻ ഉണ്ടാക്കി, അതിന് കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചു. ആറളത്ത് SC ഫണ്ട് ST ഫണ്ടിൽ മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ആറളം ഫാമിനുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഭൂമി വിലയ്ക്ക് വാങ്ങി. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താ? അതൊരു തട്ടിപ്പ് പ്രൈവറ്റ് കമ്പനിയായി മാറി. അതിൻ്റെ പകുതിയും ആദിവാസിക്ക് നഷ്ടപ്പെട്ടു. ഒന്നും അവിടെ നടന്നില്ല. ഇതാണ് സംഭവിച്ചത്. കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തിൻ്റെയും ഡിമാൻഡിൻ്റെയും മുമ്പിൽ 19,000 ഏക്കർ കേരളത്തിന് കൈമാറി ആദിവാസിക്ക് കൊടുക്കാൻ. 19,000 ഏക്കർ. അതിനകത്ത് 10,000 ഏക്കർ ഇപ്പോഴും ആദിവാസി കിട്ടിയിട്ടില്ല. കൊടുത്തത് എവിടെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് തിട്ടമില്ല. ഈ രൂപത്തിൽ നിരന്തരമായി കേരളത്തിലെ ആദിവാസികളെ ഭൂമിയുടെ പേരിൽ കേരളത്തിലെ ഭരണകൂടങ്ങൾ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വഞ്ചിച്ചപ്പോഴാണ് അതിനെല്ലാം വാഗ്ദാനങ്ങൾ ലംഘനത്തിനെതിരെ ആദിവാസികൾ രംഗത്ത് വന്നു. വാഗ്ദാനങ്ങൾ പാലിക്കണം. ഭൂമി തരാമെന്ന് പറഞ്ഞ് വാക്ക് തന്ന ഗവൺമെന്റുകൾ, ഞങ്ങളുടെ നിയമം അട്ടിമറിച്ചവർ, അതുകൊണ്ട് തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ധർമ്മ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തിപ്പെട്ടു. ആ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഒരു ഗവൺമെന്റുകളും ആദിവാസികളോട് കരുണ കാണിക്കാത്ത പശ്ചാത്തലത്തിൽ ആദിവാസികളുടെ പ്രതിഷേധം അലതല്ലുകയും വാക്കുപാലിക്കാത്ത ഭരണകൂടത്തിൻ്റെ കണ്ണിൽ പ്രശ്നങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരു സമരം ഉയർത്താൻ നിർബന്ധിതരായപ്പോഴാണ് നമ്മുടെ പ്രിയങ്കരനായ സമര നേതാവ്, അംബേദ്കറൈറ്റ്, കേരളം കണ്ട ഏറ്റവും ധീരനായ മനുഷ്യാവകാശ പോരാളിയായ ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ ആദിവാസികൾ സംഘടിച്ച്, നമുക്കറിയാം യുക്കാലിപ്റ്റസ് തോട്ടത്തിന് വേണ്ടി ബിർളയ്ക്ക് കൊടുത്ത ഭൂമിയാ മുത്തങ്ങ, അല്ലാതെ വേറൊന്നുമല്ല. ബിർളയ്ക്ക് വേണ്ടി കൃഷി ചെയ്യാൻ കൊടുത്ത ഭൂമിയാണ്. സിംബോളിക്കായ ഒരു സമരത്തിന് അത് തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് മുത്തങ്ങ സമരം യഥാർത്ഥത്തിൽ 2003 ജനുവരി 3 ആരംഭിക്കുന്നത്. ആ സമരത്തിൽ നമുക്കറിയാം ആയിരക്കണക്കിന് ആദിവാസികൾ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആ സമരത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നു. ആ സമരം നീണ്ട 40 ദിവസം അല്ലെ 47 ദിവസത്തോളം ആ സമരം നീണ്ടു നിന്നു. ആ സമരം സമാധാനപരമായിരുന്നു. നിങ്ങൾക്കറിയാം, അത് ഒരു മനുഷ്യർക്കും തടസ്സം ഉണ്ടാക്കാത്ത ഒരു സ്ഥലം, വനഭൂമിയാണ്. ഈ ഇങ്ങനെ ബിർളയ്ക്ക് കൊടുത്ത ഭൂമിയാണ്. അവിടെ ആരെ ശല്യം ചെയ്തില്ല, വനത്തിനെ ശല്യം ചെയ്തില്ല. അവിടെയൊക്കെ അവർ കുടിലുകൾ കെട്ടി അവരുടേതായ രീതിയിൽ കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റം സമാധാനപരമായ ഒരു സമരമാണ് ആദിവാസികൾ നടത്തിയത്. എന്നാൽ ആ സമരത്തിന് എന്താണ് ഒരു സമരം നടത്തുമ്പോൾ? ഡൽഹിയിൽ ഇപ്പോൾ ഒരു സമരം നടന്നില്ലേ? അവസാനം ഉണ്ടായത് എന്താണ്? ഒത്തുതീർപ്പ്. അവർ വച്ച ഡിമാൻഡിൻ്റെ മുമ്പിൽ ഇന്ത്യ ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. പക്ഷെ അവർ മുട്ടുമടക്കി. ഒരു ജനത ത്യാഗോജ്ജലമായി സമരം ചെയ്താൽ ആ സമരം ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമാണ്. അവകാശം ലംഘിക്കപ്പെട്ടാൽ പ്രതിഷേധിക്കാനും ശബ്ദിക്കാനും വിമർശിക്കാനും ഭരണകൂടത്തിനെതിരെ പോരാടാനും പൗരന് അവകാശമുണ്ട് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്ന, ആർട്ടിക്കിൾ 19 ജീവിക്കാനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം പറയുന്ന, ജീവനും സ്വത്തിനും അവകാശത്തെ ആർട്ടിക്കിൾ 21 ഭരണഘടന തരുന്ന അവകാശമാണ്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം. ഈ അവകാശമാണ് കേരളത്തിലെ ആദിവാസികൾ ഉപയോഗിച്ചത്. സമാധാനപരമായ സമരം. അവരുടെ ഡിമാൻഡ് എന്താണ്?
ആദിവാസികളുടെ ഭൂമിയുടെ മേൽ സ്വയംഭരണം, അതിനൊക്കെ നിയമനിർമ്മാണങ്ങൾ വന്നിരിക്കുന്നു. അത് വേണം. 5th ഷെഡ്യൂൾ നടപ്പിലാക്കണം. ആദിവാസികളുടെ ഊരുകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞങ്ങൾക്ക് 5 ഏക്കർ കരാർ. എന്താ പറഞ്ഞത്? 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ആദിവാസിക്ക് ഭൂമി തരാമെന്നാണല്ലോ സർക്കാരിൻ്റെ കരാറ്. ആ 5 ഏക്കർ ഭൂമി തരണം എന്നത് മാത്രമായിരുന്നു ഡിമാൻഡ്. പക്ഷേ ഏകപക്ഷീയമായി 2003 ഫെബ്രുവരി മാസം 19 മുന്നറിയിപ്പില്ല. സാധാരണ ഒരു പോലീസ് ആക്ഷൻ, ഒരു സമരത്തിനെതിരെ പോലീസ് ആക്ഷൻ നടക്കുമ്പോൾ മുന്നേ കൂട്ടി ഇൻഫോം ചെയ്യണം. 1. 2, ഒരുപക്ഷെ അവർ വിളംബരം ചെയ്യണം, അറിയിപ്പ് കൊടുക്കണം. 3, ഉഭയകക്ഷി ചർച്ച നടത്തണം. ആ ചർച്ചകൾ പരാജയപ്പെടുമ്പോഴാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അക്രമോത്സുകമായ ഒരു സമരം നടക്കുമ്പോൾ മാത്രമേ ഭരണകൂടത്തിന് ബലം പ്രയോഗിക്കാൻ അവകാശമുള്ളൂ എന്നിരിക്കെ മുത്തങ്ങ സമരം നടത്തിയ സമര നേതാക്കളോട് ഏതെങ്കിലും തരത്തിലുള്ള ഡയലോഗ് നടത്താൻ എന്തുകൊണ്ട് ജില്ലാ കളക്ടർ, കേരളത്തിലെ ഭരണാധികാരികൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറായില്ല? ഒരു ഡയലോഗുമില്ല, ഒരു ചർച്ചകളുമില്ല. ഓർക്കാപ്പുറത്ത് വനം വകുപ്പ് തീരുമാനിക്കുകയാണ്, പിന്നീട് ആഭ്യന്തരം ഏറ്റെടുക്കുകയാണ്. വനത്തിൻ്റെ തലവന്മാരായ കേരളത്തിലെ വനം വകുപ്പ് ഭരിച്ചവരെയും വനത്തിൽ ജോലി ചെയ്തവരെയും ഒക്കെ അവരുടെയൊക്കെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കണം. എങ്ങനെയൊക്കെയാണ് അവർ പണക്കാരായതെന്ന്, എങ്ങനെയൊക്കെയാണ് അവർ കോടീശ്വരന്മാരായതെന്ന്. ഇതെല്ലാം തട്ടിപ്പായിരുന്നു. ആ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലേക്ക് വനം വകുപ്പ് മാറിയപ്പോൾ തീരുമാനം കണ്ണൂന്നെടുത്തു. അതുകൊണ്ട് 800ഓളം പോലീസുകാരെ ആയുധം കൊടുത്ത് ഇങ്ങോട്ട് അയച്ചത് കണ്ണൂരിൽ നിന്നാണ്. ഒരു ബറ്റാലിയൻ വരികയാണ് പോലീസ്. ആ ബറ്റാലിയനോടൊപ്പം ഇവിടുത്തെ പോലീസും ചേർന്നു, ആഭ്യന്തര വകുപ്പും കൂടെ ചേർന്നുള്ള ജോയിന്റ് ഓപ്പറേഷൻ. ആ ജോയിന്റ് ഓപ്പറേഷനിൽ സംഭവിച്ചതാണല്ലോ, ജോഗി എന്ന് പറയുന്ന ഒരാദിവാസിയായ സമര നേതാവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്തിന് കൊന്നു? എന്ത് കുറ്റകൃത്യം ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു? ഒരു നിയമലംഘനവും ആദിവാസികൾ നടത്തിയില്ല. ആദിവാസികളുടെ ഭൂമി തുടർച്ചയായിട്ട് അപഹരിച്ച് കേരള ഹൈക്കോടതിയിൽ എത്ര വ്യവഹാരം നടത്തി. നല്ല തമ്പി തേരായ നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർ 75 നിയമത്തിന്റെ കാര്യത്തിലടക്കം നിരന്തരമായി കേസ് കൊടുത്ത് ഹൈക്കോടതി പോലും ഒരു വേള വിധി പറഞ്ഞു. ആദിവാസികൾക്കെതിരെ ഉണ്ടാക്കിയ നിയമം അത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധി പറഞ്ഞു. ആ വിധിയെ മറികടക്കാൻ സുപ്രീം കോടതി പോയി സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി കേരള ഗവൺമെന്റ്. ആ സുപ്രീം കോടതി വിധിയുടെ തണലിലാണ് പിന്നീട് അവർ ആദിവാസികളെ വഞ്ചിക്കാൻ വന്നത്. ആ നിയമയുദ്ധം. അതുകൊണ്ട് ആദിവാസികൾ തെറ്റ് ചെയ്തില്ല. ആദിവാസികളോട് ഭരണകൂടമാണ് തെറ്റ് ചെയ്തത്, ഭരണകൂടങ്ങളാണ് തെറ്റ് ചെയ്തത്, അനാദിവാസികളാണ് തെറ്റ് ചെയ്തത്. എന്തായാലും ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ആദിവാസികൾ, സ്ത്രീകൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, അമ്മമാർ, തൊഴിലാളികൾ, ഈ ജനവിഭാഗത്തിനെതിരെയാണ് മുത്തങ്ങയിൽ ഈ ഭീകരമായ പോലീസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സ്പോൺസേഡ് വയലൻസ് ആണ് മുത്തങ്ങയിൽ നടന്നത്. ഭരണകൂട പിൻബലത്തോടെ നടപ്പിലാക്കിയ ഒരു യുദ്ധമായിരുന്നു. സ്വന്തം നാട്ടിൽ ഭൂമി നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി മാറിയ ഒരു ജനതയ്ക്ക് നേരെ, പാവപ്പെട്ട ആദിവാസികൾക്കെതിരെ തോക്കെടുത്ത് ആയുധമെടുത്ത് ഈ രാജ്യത്തെ ഭരണകൂടം നടത്തിയ നരവേട്ടയായിരുന്നു മുത്തങ്ങയിൽ അരങ്ങേറിയത്. പൈശാചികമായ നരവേട്ട. എത്ര സ്ത്രീകളെയാണ് തല്ലിച്ചതച്ചത്. ഇന്ന് നമ്മൾ കേട്ടതെല്ലാം രാവിലെ ആ സാക്ഷ്യങ്ങളാണ്. അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ചങ്ക് തകരുന്ന, ചങ്ക് പൊട്ടുന്ന, നൊമ്പരപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ. ഇന്നും ജീവച്ഛവങ്ങളായി ജീവിക്കുന്നു. കാഴ്ച നഷ്ടപ്പെട്ടവർ, കയ്യും കാലും ഒടിഞ്ഞവർ, എത്ര പേരാണ് മർദ്ദനമേറ്റത്. എത്ര അമ്മമാരാണ് അതിൻ്റെ പേരിൽ ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആ കവിതയെ അനിലിൻ്റെ ഭാര്യയൊക്കെ പറയുന്നുണ്ട്, കൈയൊക്കെ തല്ലി ഒടിച്ച് ഇന്നൊരു ഭാരം ചൊക്കാൻ പറ്റാതെയാണ് ആ സഹോദരി നടക്കുന്നത്. കുഞ്ഞുമക്കള്, ഗ്രേഷ്മയെ പോലുള്ള ആൾക്കാരുടെ ബാല്യകാലമാണിത്. ശിവനൊരു 13-14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അച്ഛനെ കൺമുന്നിലിട്ട് പോലീസ് വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല. ആദിവാസി പ്രക്ഷോഭത്തെ ഇങ്ങനെ അടിച്ചമർത്തുകയും സ്ത്രീകളെ അടക്കം ലൈംഗികമായി പീഡിപ്പിക്കുകയും വളരെ ക്രൂരമായി അവൻ്റെ കുടിലുകൾക്ക് തീ കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മൃഗവേട്ട, ഈ ഭീകരവേട്ട അരങ്ങേറിയത്. ഹൊറർ സിനിമയിൽ നമ്മൾ കണ്ടാൽ സഹിക്കാത്ത രംഗം പോലെയാണ്. ഇപ്പോഴും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ നെഞ്ചു പൊട്ടിപ്പോകും. ഇത് കേരളമാ, പ്രബുദ്ധത പറയുന്ന കേരളം, ഇടതുപക്ഷ കേരളം, മാനവീയ കേരളം. ഇവിടെയല്ലേ ആദിവാസികളെ കശാപ്പ് ചെയ്തത്? പ്രിയമുള്ളവരെ, ആ മുത്തങ്ങ സംഭവം നടന്നു. ഗീതാനന്ദൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ സമരത്തിന്റെ തൊട്ടുപുറകെ വന്ന ചിത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഗീതാനന്ദന്റെ മുഖം, അതേപോലെ ജാനുവിൻ്റെ സമരസഖാക്കളെ പങ്കെടുത്തവരെ അതിഭീകരമായി തല്ലിച്ചതച്ചു. എത്ര പേരാ മരിച്ചത്? ഈ കേസിൽ പോലും പെട്ട ഏതാണ്ട് 17ഓളം പ്രതികൾ അവരെ കേസിൽപ്പെടുത്തി. CBI കോടതിയിലേക്ക് കേസ് പോയി.
കൊച്ചിയിൽ വരെ ആദിവാസികൾ 19-ലധികം ആദിവാസികൾ വണ്ടിക്കൂലി മുടക്കി അവരെ തപ്പിത്തടഞ്ഞ് ഊരുകൾ തോറും പോയി. ഗീതാനന്ദനെ പോലുള്ള പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു സംഘാടകൻ ഓരോ അവധിക്ക് കോടതി നോട്ടീസ് അയക്കുമ്പോഴും ആദിവാസികളെ തെരഞ്ഞു പോവുകയാണ്. പല ഊരുകളിലായി പല ഗോത്രങ്ങളിൽപ്പെട്ട ആദിവാസികളായ ഈ കേസിലകപ്പെട്ടവർ ഓരോരുത്തരെയും പോയി ഊരുകളിൽ തപ്പിത്തടഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് വണ്ടിക്കൂലി മുടക്കി എല്ലാം തൊലച്ച ഒരു മനുഷ്യൻ അവസാനം 23 വർഷക്കാലം നിയമ പോരാട്ടം നടത്തി. 2016 ശേഷമാണ് ഈ കേസ് കൽപ്പറ്റ കോടതിയിലേക്കൊന്ന് മാറ്റിയത്. അതിനിടയിൽ 15 പേര് പോലീസിന്റെ മർദ്ദനമേറ്റ് അംഗവൈകല്യങ്ങൾ വന്നവർ, രോഗം പിടിച്ചവർ, മരിച്ചുപോയി. കേസിൽ പെടാത്തവർ മറ്റുള്ളവർ എല്ലാം കൂടെ ചേർന്ന് 55 ആദിവാസികൾ 23 കൊല്ലത്തിനിടയിൽ മരിച്ചുപോയി. അവരുടെ കുടുംബങ്ങൾ അനാഥമായി, അവരുടെ ഭാര്യമാർ വിധവകളായി, അവരുടെ മക്കൾക്ക് ആരുമില്ലാത്തവരായി. ഒരു നഷ്ടപരിഹാരവും കൊടുത്തില്ല, ഒരു സംരക്ഷണവും കൊടുത്തില്ല, ഒരു പിന്തുണയും കൊടുത്തില്ല. ഈ കേരളത്തിന്റെ പൊതുബോധം ആദിവാസികളായതുകൊണ്ട് അവരെ കണ്ടില്ല എന്ന് നടിച്ചു. ഇന്നും ആഹാരമില്ലാതെ ഭക്ഷണം ഒട്ടിക്കുന്ന മധുവിനെ തല്ലിക്കൊല്ലുന്ന ക്രൂരമായ ബ്രാഹ്മണിക്കൽ സവർണ ജാതി മനഃശാസ്ത്രമാണ് കേരളം മുത്തങ്ങ സമരത്തോട് കാണിച്ചത്. അതുകൊണ്ട് കേരളം മൗനം പാലിക്കുകയും അവസാനം ആ നിയമയുദ്ധത്തിൻ്റെ ഒടുവിൽ ഇപ്പം 31-ാം തീയതി വിധി വന്നു. എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത്? ആദിവാസികൾക്ക് നീതി കിട്ടും. നമുക്കറിയാം 47 പ്രോസിക്യൂഷൻ തെളിവുകൾ അല്ലെങ്കിൽ സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ, പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോലീസ് കൊടുക്കുന്ന സാക്ഷികളാ. അവർ പോലീസ് പറയുന്നതാണ് പറയുക. പ്രതികളുടെ ഭാഗത്തുനിന്ന്, ആദിവാസികളുടെ ഭാഗത്തുനിന്ന് ഒരാളെ മാത്രമാണ് കോടതി കേട്ടത്, വിസ്തരിച്ചത്, ഒരാളെ. മറുഭാഗത്ത് 47 പ്രോസിക്യൂഷൻ സാക്ഷികളാ. എന്നാൽ അതാണ് സംഭവിച്ചത്. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നോ? എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്ന് പരിശോധിക്കാൻ ആ സ്പോട്ടിലുണ്ടായിരുന്ന ആളല്ല ഡോക്ടർ. ഏതോ ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വന്നിട്ട് അയാളുടെ സാക്ഷ്യം അത് രേഖപ്പെടുത്തി. പിന്നീട് പോലീസുകാർ ആദിവാസികൾ നിഷ്കരണം വെടിവെച്ച് കൊന്ന, ലാത്തി കൊണ്ട് തല്ലി അവൻ്റെ കയ്യും കാലും ഒടിച്ച കുഞ്ഞുങ്ങളെ പോലും പിടിച്ച് വലിച്ചടിച്ചില്ലേ? ബിന്ദു പറയുന്ന കാര്യം കേട്ടില്ലേ? സഹിക്കാൻ കഴിയുമോ? ബിന്ദു അവരുടെ 2 മക്കൾ ഭർത്താവ് ബാബുവുമായി വിരണ്ടോടുകയാണ്. പുറകെ പോലീസ് എന്ന് ലാത്തി കൊണ്ട് അവരെ അടിക്കുകയാണ്. ബിന്ദുവിൻ്റെ പുറത്തടക്കം കുത്തുകയാണ്. വല്യമ്മ ആ വല്യമ്മയുടെ കയ്യിലേക്ക് മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്, ചിത്രീകരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. അത്തരം എത്ര ദുരന്തങ്ങൾ. ഒരു ബിന്ദുവിൻ്റെ ഒന്നും ഞാനൊരു പേര് പറഞ്ഞെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ പെങ്ങന്മാരും അങ്ങനെ തീഷ്ണമായി അനുഭവിച്ചവരാണ്. ബൊമ്മിയമ്മ എങ്ങനെയാണ് പുതപ്പിൻ്റെ അകത്ത് ഒരു മകളെ പോലീസിന് വേട്ടയാടാൻ കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ചത് എന്നും അവരുടെ മുതുകത്ത് പോലും പോലീസ് എങ്ങനെയാണ് തല്ലിയതെന്നും ആ അമ്മ കണ്ണീരോടെ പറയുമ്പോൾ ചങ്ക് തകരുകയാണ്. ഇതൊക്കെ നടന്നത് ഈ കേരളത്തിലാണോ? ഇത് ബ്രിട്ടീഷുകാരല്ല ചെയ്തത്, ഇവിടുത്തെ പോലീസ്, കേരളത്തിലെ പോലീസ് ഇതാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ കാത്തിരുന്നു. എന്തായാലും 23 വർഷക്കാലം ശിക്ഷ അനുഭവിച്ചല്ലോ. ഒരു കുറ്റം ചെയ്യാത്ത ആദിവാസികൾ വലിച്ചെടുക്കപ്പെട്ടു. 55 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു തുണ്ടി പോലും ഭൂമി പോലും അവർക്ക് കിട്ടിയില്ല, രോഗികളായി. അതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ഇല്ലാത്ത ശിക്ഷ കിട്ടിയിട്ട് പോലും 23 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചത് കൽപ്പറ്റ കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ്. യോഗിക്ക് നീതി കിട്ടിയോ? യോഗി എന്ന് പറഞ്ഞ ഒരു 100 മീറ്റർ വ്യത്യാസത്തിലാണ് വിനോദ് എന്ന് പറയുന്ന പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടു. ആര് കൊന്നു? സംശയമാണ്. വിനോദിന്റെ കൊലപാതകം ഒരു നാടകമാണ്. വിനോദിന്റെ കൊലപാതകം ഒരു ഫാബ്രിക്കേറ്റഡ് മർഡറാണ്. ഇപ്പോഴും ഏതെങ്കിലും ആദിവാസികൾ മൂലമാണ് വിനോദ് കൊന്നത് എന്ന് തെളിയിക്കാൻ പറ്റിയോ? അശോകൻ പ്രതിയാർക്കപ്പെട്ടു, അശോകൻ കൊന്നിരിക്കാം എന്നതായിരുന്നു ഒടുവിലത്തെ അനുമാനം. അശോകൻ മരിച്ചും പോയി. പിന്നെ ആരും ആക്രമിച്ചതിന് തെളിവില്ല. അതുകൊണ്ടാണല്ലോ കോടതി അവസാനം വിനോദ് എന്ന പോലീസുകാരനെ കൊന്നതിൻ്റെ പേരിൽ പ്രതിയേർക്കപ്പെട്ട 54 പേരെയും അക്വിറ്റ് ചെയ്ത് വെറുതെ വിടുമ്പോൾ അപ്പൊ പിന്നെ എന്തിനാണ് ഈ വലിച്ചടിച്ചത്? ഇത്രയും പേര് നിരപരാധികളായിരുന്നുവെങ്കിൽ ഇവരെ ഇത്രയും കാലം വിട്ട് വേട്ടയാടിയത് എന്തിനായിരുന്നു? അതുകൊണ്ട് ഈ കേസ് തന്നെ അനാവശ്യമായിരുന്നു. കാരണം നിരപരാധികളാണെന്ന് 23 കൊല്ലം കഴിഞ്ഞ് പറയുമ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാൻ കോടതിക്കാവില്ലേ? അല്ലെ പോലീസിനാവില്ലേ? ഇനി അതിൻ്റെ പോയി 2ാമത്തെ കേസ്. അവിടെയാണ് ഒരു പോലീസുകാരനെ, അബ്ദുൽ സലാം, അയാളെ വനപാലകനെയും ആക്രമിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി. ഗീതാനന്ദൻ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ പോലീസുകാരുടെ ഗൂഢാലോചനയല്ല. ആദിവാസികൾ പോലീസുകാരെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മുത്തങ്ങാക്കാട്ടിലല്ലല്ലോ പോലീസുകാർ ജീവിക്കുന്നത്. ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുത്താൽ പോരായിരുന്നോ? അല്ല, അങ്ങനെ ഉദ്ദേശമില്ല. അപ്പോൾ പിന്നെ ആസൂത്രണമില്ല, കരുതിക്കൂട്ടി അങ്ങനെ സംഘം ചേർന്നിട്ടില്ല. അതുകൊണ്ട് കേസ് നിൽക്കുകയില്ല. പക്ഷേ
അവസാനം 23 കൊല്ലം കഴിഞ്ഞ് ആദിവാസികളെ തല്ലിച്ചതച്ച് വഴിയാധാരമാക്കിയ നരാധമന്മാര് കൈയും വീശി നടക്കുമ്പോൾ ആദിവാസികളെ ക്രൂരത പ്രവർത്തിച്ചതിനെ കണ്ടില്ല എന്നടിക്കുന്ന ഒരു വിധിയാണ് ഇവിടെ വന്നത്. അവസാനം ആദിവാസികളെ സംഘടിപ്പിച്ച് ഇന്ന് കേരളത്തിലെ ദളിതരെയും ആദിവാസികളെ ചേർത്ത് പിടിച്ച് 70-ലധികം സംഘടനകളെ ചേർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സംസ്ഥാന വർക്കിംഗ് കൺവീനറായി പ്രവർത്തിക്കുന്ന, ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഗീതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ, ജയിലിൽ കിടക്കേണ്ട ആളാണോ ഗീതാനന്ദൻ? ജീവിതം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസവും PG കരസ്ഥമാക്കി തിരുവനന്തപുരം AG's ഓഫീസിൽ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയിട്ട് ആ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക്, ആദിവാസികൾക്കിടയിലേക്ക്, ദളിതർക്കിടയിലേക്ക് ഇറങ്ങിയ പൊതുജീവിതത്തിന്റെ ചരിത്രമാണ് അരനൂറ്റാണ്ട് കാലോളം നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതമെങ്കിൽ അങ്ങനെ ജീവിച്ച ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിന് അശ്വിനി എന്ന് പറയുന്ന മകളുമായി കണ്ണൂർ ജയിലിൽ കാണാൻ പോകുമ്പോൾ ആ മകള് പറയുന്നു, വല്ലപ്പോഴെങ്ങാനുമാണ് അച്ഛൻ വരാറുണ്ടായിരുന്നത്. ആദിവാസികളുടെ ജീവിതത്തിന്റെ പുറകെ മനുഷ്യാവകാശങ്ങൾക്ക് പിന്നാലെ പോരാട്ടങ്ങളുമായി നടന്നൊരു മനുഷ്യൻ കേരളത്തിലെ മറ്റേതെങ്കിലും ഗാന്ധിയനോ മറ്റേതെങ്കിലും വലിയ പരിസ്ഥിതി പ്രവർത്തകനോ ഏതെങ്കിലും സാമുദായിക നേതാവിനെയോ ഇത്തരം നിസ്സാരമായ ട്രാഫിക് വയലേഷൻ പോലുള്ളൊരു കേസിൽ തെളിവില്ലാതെ 23 വർഷം കഴിഞ്ഞ് ജയിലടയ്ക്കുമോ? ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കേരളത്തിലെ രാഷ്ട്രീയക്കാരന് മിണ്ടാട്ടമില്ല. UDF ഭരിച്ച കാലത്ത്, ആന്റണി ഭരിച്ച കാലത്ത് നടന്ന ഒരു വേട്ട ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവരുണ്ട്. ഇല്ലാത്തതിന് പോലും SFIക്കാരനെ തെരുവിലിറക്കി കല്ലെറിയിക്കുന്ന ഒരു പാർട്ടിക്കാരൻ, അവന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്ന മധ്യവർഗ ചെറുപ്പക്കാർ, സമരം എന്തിനാകട്ടെ നമ്മളതിന് തള്ളിപ്പറയില്ല, പക്ഷെ മധ്യവർഗ ചെറുപ്പക്കാർക്ക് തല്ലുകൊള്ളുമ്പോൾ കണ്ണീരൊഴുക്കുന്ന MP-മാരും കണ്ണീരൊഴുക്കുന്ന രാജ്യസഭാ അംഗങ്ങളും കേരളത്തിൽ കരയുന്ന SFIക്കാരും മുത്തങ്ങയുടെ വിഷയത്തിൽ എന്താണോ മിണ്ടാതിരുന്നത്? ആ വിധി വന്നപ്പോൾ എന്താ നിശബ്ദരായി പോയത്? മിണ്ടാവൃതത്തിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരൻ കയറിയത്? യോഗിയുടെ പേര് പറഞ്ഞല്ലേ, ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാ നീ AKS ഉണ്ടാക്കിയത്, ആദിവാസി ക്ഷേമ സമിതി ഉണ്ടാക്കിയത്, എന്നിട്ട് കുറെ ഉമ്മാക്കി സമരം നടത്തിയത്, ഭൂമി പിടിച്ചെടുക്കാൻ നാടകം നടത്തിയത്. CPM-കാർ പിടിച്ചെടുത്ത ഭൂമി എവിടെ? അതുകൊണ്ട് യോഗിയുടെ പേര്, രക്തസാക്ഷിയായ യോഗിയുടെ പേര് പറഞ്ഞ് AKS ഉണ്ടാക്കി ആദിവാസികളെ വീണ്ടും കമ്മ്യൂണിസ്റ്റാക്കി ആണി അടിച്ചതിനപ്പുറത്തേക്ക് പാർട്ടി പുറമ്പോക്കിലേക്ക് കഴുത്തിൽ കയ്യാമൂട്ടതല്ലാതെ ഈ വിധി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന് മിണ്ടുന്നില്ല, സാംസ്കാരിക നായകന്മാർക്ക് അനക്കമില്ല, ഒന്നുമില്ല. ഈ മൗനത്തിനെതിരെയാണ് നമ്മുടെ ഈ സംഗമം. കേരളത്തിന്റെ കപടമായ ഈ മൗനം, ഇത് ലംഘിക്കണം, ഇത് ഭേദിക്കണം. കേരളം കണ്ണു തുറക്കണം. ആദിവാസികളുടെ അവകാശങ്ങൾ തന്നേ പറ്റൂ. അതുകൊണ്ട് ഗീതാനന്ദനും ഒപ്പം നമുക്കറിയാം രമേശ്, ബിനു ഇവരെല്ലാം ഇന്ന് അവിടെ കിടക്കുകയാണ്. അനില്, 3 പേരാണ്. ഈ 4 പേരും കിടക്കുമ്പോൾ അവർക്ക് നീതി കിട്ടണം, അവർക്ക് ജാമ്യം കിട്ടണം. അതൊരു അവകാശമാണ്. ഇന്ന് ADF-ന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇല്ലാത്ത പണം നമ്മളൊക്കെ സമാഹരിച്ചിട്ടാണ് ആ നിയമയുദ്ധത്തിന് പോയി. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം എടുത്തു, ഹൈക്കോടതിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CBI എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, CBI പറയുന്നു എന്തുകൊണ്ടാണ് ഈ കേസിന്മേൽ കൃത്യമായ നടപടികൾ എടുക്കാത്തതെന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗീതാനന്ദനും സഹപ്രവർത്തകർ നീതി ലഭിക്കുമെന്നാണ്. പക്ഷേ യോഗിക്ക് നീതി ലഭിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. ഒരു പോലീസുകാരൻ, ഞാൻ ചുരുക്കാം, ഒരു പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതേ സമയം, ഞാൻ മുമ്പേ പറഞ്ഞു ഫാബ്രിക്കേറ്റഡ് ആണ്, എന്തോ മറയ്ക്കാനും ആദിവാസികളുടെ സമരത്തെ ക്രിമിനൽവൽക്കരിച്ച് അവരെല്ലാം അക്രമികളായിരുന്നു എന്ന് വരുത്തി ഒരക്രമ പട്ടം ആദിവാസി പ്രക്ഷോഭത്തിന്റെ മേൽ ചാർത്തി മേലിൽ ഭൂമിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം ഉയർത്താൻ അവർക്ക് ധൈര്യമില്ലാത്ത രീതിയിലേക്ക് ഒരു സമരത്തെ തന്നെ കുഴിച്ചുമൂടിയ ഗൂഢാലോചനയുടെ ബലിയാടാണ് വിനോദ്. നമ്മൾ കൊന്നുവെന്നൊന്നും തെളിവില്ലല്ലോ. അപ്പോ പിന്നെ യോഗി അതേസമയം കൊന്നത് എന്തിനാ? ആരാണ് കൊന്നത്? CBI കേസ് അന്വേഷിച്ചു. ആ CBI എന്തുകൊണ്ട് യോഗിയുടെ കൊലപാതകം അന്വേഷിച്ചില്ല? ഒരു FIR എടുത്തു. ആ FIR-നകത്ത് എന്താ എഴുതി വെച്ചത്? അസ്വാഭാവിക മരണം. പോലീസ് ബന്ധുക്കളുടെയും സ്വന്തം മകന്റെയും മക്കളുടെയും മുമ്പിലിട്ട് നിഷ്കരണം പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന് ചോരയിൽ കുളിച്ച് മരിച്ച യോഗിയുടെ മരണം എങ്ങനെയാണ് അസ്വാഭാവിക മരണമായി പോലീസിന് കിട്ടുന്നത്? അത് എഴുതി വെച്ചു. CBI കുറ്റപത്രം പോലും കോടതി സമർപ്പിക്കാതെ ആ കേസ് ഒരു ചാപിള്ളയായി മാറി. അതുകൊണ്ട് യോഗിക്ക് നീതി ലഭിക്കണം. ആദിവാസികൾ പറയുന്നു, ദളിതുകൾ പറയുന്നു, ഈ സംഗമം പറയുന്നു, യോഗിക്ക് നീതി ലഭിക്കണം. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഉത്തരവാദിത്വം കാണിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
ആദിവാസികളുടെ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന ഒരു വനിതാ നേതാവിൻ്റെ അല്ലെ CK ജാനുവിൻ്റെ പാർട്ടി JRP പിന്തുണ കൊടുത്തത് ആർക്ക്? ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് അല്ലെ പാർട്ടിക്ക്. അവർ ഘടകകക്ഷിയായി ഗീതാനന്ദൻ നയിക്കുന്ന കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളെല്ലാം സംയുക്തമായി ഒരു പുതിയ ഗവൺമെൻറ് വരാൻ, പുതിയ നീതിക്ക് വേണ്ടി നമ്മൾ നിലപാടെടുത്തവരാണ്. ആ നിലപാടിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട കേരള ഗവൺമെൻറ്റിനോട് നമ്മൾ പറയുന്നു, ജോഗിയുടെ കൊലപാതകം പുനരന്വേഷണം നടത്തണം, ആ കേസ് റീഓപ്പൺ ചെയ്യണം, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസിയെ കൊണ്ട് ആ കേസ് അന്വേഷിക്കണം. ഒന്നുകിൽ ജുഡീഷ്യൽ കമ്മീഷൻ, അതല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ജോഗിയുടെ കൊലപാതകം അന്വേഷിച്ച് അതിനുത്തരവാദികളായ ഒരു നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ശിക്ഷ കൊടുക്കുന്നിടം വരെ ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയില്ല. ജോഗിക്ക് നീതി ലഭിച്ചേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കണം. മാത്രം പോരാ, നമുക്കറിയാം ഇതേ സന്ദർഭത്തിൽ ആദിവാസികളുടെ പോരാട്ടം നിർമ്മല പാണ്ഡെ എന്ന് പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗം 2003 കേരളത്തിൽ വന്നു. അവർ പറഞ്ഞു 200-ലധികം ആദിവാസികളെ തല്ലിച്ചതച്ചു, അവരെ അംഗവൈകല്യമുള്ളവരാക്കി, സ്ത്രീകളെ പോലീസ് പിടിച്ച് പിച്ച് ചെയ്ത് ആദിവാസി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സമഗ്രമായി അന്വേഷിക്കണമെന്ന് നിർമ്മല പാണ്ഡെ എന്ന് പറയുന്ന ഈ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞ ഉത്തരവ് എവിടെ? അതെന്തുകൊണ്ട് പൂഴ്ത്തി? അതുകൊണ്ട് നമ്മൾ പറയുന്നു, ആ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കിക്കൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ആദിവാസികളുടെ പേരിൽ പോലീസ് ഏകപക്ഷീയമായി നടത്തിയ നരനായാട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് നിർമ്മല പാണ്ഡെയുടെ റിപ്പോർട്ട് നടപ്പിലാക്കി നഷ്ടപരിഹാരം ഈ കുടുംബങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ട് ആദിവാസികൾക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒടുവിലായി നമ്മൾ പറയുന്നത്, ഭൂമിയുടെ പ്രശ്നത്തെ, ഇപ്പോൾ ഭൂമിക്ക് വേണ്ടിയാണ് നമ്മൾ പോരാട്ടം ഉയർത്തത്. ഇപ്പോൾ വിധി വന്നപ്പോൾ ഭൂമിയെക്കുറിച്ച് പരാമർശമില്ല. ആദിവാസികളുടെ ഭൂമി എവിടെ? വാഗ്ദാനം എവിടെ? അതുകൊണ്ട് അവസാനമായി ഈ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനമെന്നോണം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കേരളത്തിലെ ഭൂരഹിതരായ ആദിവാസികളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കേരള ഗവൺമെൻറ്റുമായി ഏർപ്പെട്ട മുൻകാല കരാറുകളെ മാനിച്ചുകൊണ്ട് കേരളത്തിലെ ആദിവാസികൾക്ക് അവർക്ക് 5 ഏക്കർ ഭൂമി വീതം അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി കൊടുക്കാൻ നടപടിയുണ്ടാകണം. അതിനുവേണ്ടിയുള്ള കൃത്യമായ നടപടിയുണ്ടാകാൻ ഗവൺമെൻറ് തയ്യാറാകണം. അല്ല എങ്കിൽ ഭൂമിയുടെ ഈ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്കാണ് നമ്മൾ പോവുക. അതിനല്പം പോലും മടിയില്ല. വരുന്ന ആളുകളിൽ ആദിവാസികളുടെ അവകാശങ്ങൾ, ദളിത് അവകാശങ്ങൾ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണ്. ദളിത് ആദിവാസികൾ സംയുക്തമായി നിന്നുകൊണ്ട് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ പോരാട്ടം നടത്തിയ സാന്താൾ കലാപവും മുണ്ട കലാപവും ഒക്കെ നോക്കിയാൽ വെള്ളക്കാരന് നേരെ ആദ്യം പോരാടിയ ആദിവാസികളാണ്. ഇന്ത്യക്ക് ഭരണഘടന സംഭാവന ചെയ്ത ദളിതരാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഈ നാടിൻ്റെ മാനവീയതയ്ക്കും ഈ നാടിൻ്റെ ജനാധിപത്യത്തിനും ഈ നാടിൻ്റെ പരിസ്ഥിതിക്കും പ്രകൃതിക്കുമെല്ലാം ഇണങ്ങുന്ന ഒരു പുതിയ സംസ്കാരത്തിൻ്റെ സംരക്ഷകരായി ആദിവാസി ജനത സ്വന്തം അസ്തിത്വം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പോരാട്ടം ഉയർത്തുകയാണ്. ആ പോരാട്ടത്തിന് മുമ്പിലാണ് നമ്മൾ പറയുന്നത് ആ 3 കാര്യങ്ങൾ. ഒന്ന്, ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ. അത് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് എത്തുന്നു. ലോകമെമ്പാടും ഇൻഡിജിനസ് ഇയർ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകം എങ്ങനെയാണ് ആദിവാസികളുടെ നീതി പുലർത്തുന്നത് എന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പിന്നീട് മറ്റ് ഒരു പ്രാവ് ചത്താൽ പോലും കവിത എഴുതുന്നവരും മരത്തിന് വേണ്ടിയും തവളയ്ക്ക് വേണ്ടിയൊക്കെ പാട്ട് പാടുന്നവരും ഒക്കെ ആയിട്ടുള്ള മലയാളികളായ കവട ഈ ചിന്തകന്മാരും ബുദ്ധിജീവികളും സാഹിത്യ തലതൊട്ടപ്പന്മാരും ഒക്കെ അഗ്രഹാരത്തിൽ പട്ടിണിയാണെങ്കിൽ കേരളം കരയണം, കടലായി മാറണം. അട്ടപ്പാടിയിൽ പട്ടിണി കിടന്ന് ആര് ചത്താലും കരയില്ല, കവിതയുമില്ല, നോവലുമില്ല. ഈ നാടകമൊക്കെ അവസാനിപ്പിക്കണം. കേരളത്തിലെ ആദിവാസികളും ദളിതരും സംഘടിച്ച് മുന്നോട്ട് വരികയാണ്. അംബേദ്കർ പ്രത്യയശാസ്ത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നു. ഇതിനെല്ലാം വിചാരണ ചെയ്യും. അതുകൊണ്ട് ആവർത്തിക്കുകയാണ്, ഈ സമ്മേളനം ജോഗിക്ക് നീതി കൊടുക്കാൻ മടിക്കരുത്. 2, ജോഗിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, മുഴുവൻ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ആദിവാസികൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കണം. അവരുടെ വികസനത്തിൻ്റെ കോടിക്കണക്കിന് ഫണ്ട് ഇവിടെ ലാപ്സാക്കുന്നു. 377 കോടി കുട്ടികളുടെ പഠനത്തിലുള്ള ഫണ്ട് ലാപ്സാക്കി. അതേപോലെ SCP TSP എല്ലാം ലാപ്സാക്കി. അതുകൊണ്ടാണ് നമ്മൾ ADF പറയുന്നത് ആദിവാസി ഫണ്ട് വിനിയോഗിക്കാൻ SCP TSP ആക്ട് നടപ്പിലാക്കണം എന്നുള്ള ഡിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് റാപ്പറേഷൻ
ഇനി സംവരണമെന്ന് മാത്രം നമ്മൾ പറയുന്നില്ല. അത് പറയുമ്പോൾ അതങ്ങ് സവർണരൂപ സംവരണത്തേക്ക് പിടിച്ചു കഴിഞ്ഞു. ഇപ്പം നായന്മാർക്കാ സംവരണം, ആദിവാസിക്കില്ല, ദളിതനില്ല. അതുകൊണ്ട് ഈ സംവരണം പറഞ്ഞ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ലോകം പറയുന്നത് പോലെ ഞങ്ങൾ പറയുന്നത് നഷ്ടപരിഹാര. ആദിവാസിയുടെ നഷ്ടത്തിലാടൂ നീയൊക്കെ നേട്ടമുണ്ടാക്കിയത്, ഞങ്ങളെ മോഷ്ടിച്ചാടൂ നീയൊക്കെ കച്ചവടക്കാരും പണക്കാരും സമ്പന്നരുമായതും. അത് ഞങ്ങളുടെ നീ തിരിച്ചു തരിക, ഞങ്ങൾക്ക് അർഹതപ്പെട്ട തിരിച്ച ഒന്നും വേണ്ട, ആരുടെ ഔദാര്യം വേണ്ട. കണക്ക് പറഞ്ഞ് ചരിത്രത്തിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാര റാപ്പറേഷൻ അത് ചോദിക്കുകയാണ്. ലോകത്തോടൊപ്പം കേരളത്തിലെ ആദിവാസികൾ, ഇന്ത്യയിലെ ആദിവാസികൾ, ദളിതുകൾ റാപ്പറേഷനാണ് ചോദിക്കുന്നത്. തന്നാൽ എത്ര തരേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടുക. ഈ 5-10 ഏക്കറൊന്നും തന്നാൽ പോരാ, റാപ്പറേഷൻ തന്നു. അതുകൊണ്ട് അന്തർദേശീയമായ റാപ്പറേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആദിവാസികൾക്ക് നഷ്ടപരിഹാരം തരണം. പ്രിയമുള്ളവരെ, ആരൊക്കെ കുറ്റം ചെയ്ത ആദിവാസികളെ കൊന്ന് അവരെ ഒരുപാട് പേര് നാട് വിട്ടുപോയിട്ടുണ്ട്, അവരെ മർദ്ദിച്ച് അവരുടെ ചോര ഒഴുക്കിയ, രോഗിയെ വെടിവെച്ച് കൊന്ന, ആദിവാസികളെ വഞ്ചിച്ച ഈ ക്രിമിനലുകൾ, ആരൊക്കെ അവരെ വെറുതെ വിട്ടാലും ലോക മനസാക്ഷിയുടെ കോടതി എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട്. ലോക മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആദിവാസികളുടെ രാഷ്ട്രീയം ഉയർന്നു വരിക തന്നെ ചെയ്യും. ദളിത് ആദിവാസികളുടെ മുന്നേറ്റം ശക്തിപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ആ നാളുകളിലേക്ക് നമുക്ക് ഐക്യപ്പെടാം. പ്രിയപ്പെട്ട നമ്മുടെ ഗീതാനന്ദൻ ഇൻഡിജിനസ് ഡേ 9-ാം തീയതി ആണെങ്കിൽ 31-ാം തീയതി അദ്ദേഹം ഈ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി. ആ മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോഴാണ്, സഹപ്രവർത്തകർ ജയിലിൽ കിടക്കുമ്പോൾ 9-ാം ദിവസമാണ് നമ്മളിപ്പോൾ ഓഗസ്റ്റ് 9 ഇൻഡിജിനസ് ഡേ. സത്യത്തിൽ ഈ ദിവസം നമുക്ക് ദുഃഖകരമാണ്. മുഴുവൻ ആദിവാസികളെയും വേദനിപ്പിക്കുന്ന, മുഴുവൻ മനുഷ്യാവകാശ പ്രവർത്തകരെയും നൊമ്പരപ്പെടുത്തുന്ന, നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് ഗീതാനന്ദനെ പോലൊരു സമര നേതാവ് ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. ഇത് കേരളത്തിന് മാനക്കേടാണ്. നമ്മുടെ നീതിബോധം തീർച്ചയായും തലകുനിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിബോധങ്ങൾ, നീതി സംവിധാനങ്ങളുടെ മുമ്പിൽ, ഭരണകൂടത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി പറയുന്നു, ആ പ്രിയപ്പെട്ട ഗീതാനന്ദനടക്കമുള്ള നേതാക്കൾക്ക് അവരെ മോചിപ്പിക്കാനുള്ള, അവർക്കെതിരെ ചുമത്തിയ കേസ്, ആ കേസ് നിയമപരമായി തന്നെ പിൻവലിക്കാൻ, റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഇന്ന് ചരിത്രപരമായ ഈ സംഗമത്തിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളടക്കം ആദിശക്തി സമ്മർ സ്കൂളും കുട്ടികളും വിവിധ സംഘടനകളും നേതാക്കളും എല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. ഇതൊരു തുടക്കമാണ്, ഇനിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു തുടക്കമാണ്. ഈ മുത്തങ്ങയ്ക്ക് സമീപമുള്ള ഈ സമരഭൂമിയിൽ നിന്ന് തന്നെ പുതിയ പ്രഖ്യാപനവുമായി നമ്മൾ കേരളത്തിലേക്ക് ഇറങ്ങും. നീതി കിട്ടിയില്ല എങ്കിൽ, ഇനി നീതി നിഷേധിക്കപ്പെട്ടാൽ വീണ്ടും ഒരു പോരാട്ടം കേരളത്തിൽ ആരംഭിക്കും. ആ പോരാട്ടം കേരളത്തിൻ്റെ അങ്ങ് തലസ്ഥാന നഗരിയിലേക്ക് പോയി പുതിയൊരു രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കും. ഒരുപക്ഷെ നവോത്ഥാന കേരളമല്ല, ദളിതരുടെയും ആദിവാസികളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു പുതിയ ജനാധിപത്യ കേരളത്തിൻ്റെ പിറവിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടമായി നാളുകളിൽ ഇത് മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹത്തായ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഭീം.